കൊച്ചി വൈപ്പിൻ കാളമുക്കിൽ അനധികൃതമായി പ്രവർത്തിച്ച കടകൾ പൊളിച്ചു നീക്കുകയാണ്. ഹാർബർ വികസനത്തിനായി ഏറ്റെടുത്ത സ്ഥലത്ത് നിർമ്മിച്ച കടകളാണ് ഇപ്പോൾ പൊളിച്ചു നീക്കുന്നത്. മത്സ്യവിൽപ്പന നടത്തുന്ന കടകൾ പൊളിച്ചു നീക്കുന്നു. ഒഴിപ്പിക്കലിൽ വലിയ പ്രതിഷേധം തുടരുകയാണ്. മത്സ്യത്തൊഴിലാളികൾ പ്രതികരണവുമായി രംഗത്തുണ്ട്. സജോ ദേവസ്യ വിവരങ്ങളുമായ സജോ, വികസനത്തിലെ മറ്റൊരു കാഴ്ചയാണ് ഇപ്പോൾ കാണുന്നത്. മത്സ്യത്തൊഴിലാളികൾ അവിടുത്തെ സാഹചര്യം വിവരിക്കുന്നു. അവർ എത്ര കാലമായി അവിടെ കടകളിട്ട് ഉപജീവനം കഴിക്കുന്നവരാണ്. ഇത് മുഴുവൻ അനധികൃത കടകളായിരുന്നു. സ്മൃതി, നാളുകളായി ഇവിടെ ഈ വഴിയോര മേഖലയിൽ, അതായത് ഗോശ്രീ ജംഗ്ഷൻ നഗരത്തിൽ നിന്ന് ഇങ്ങോട്ടേക്ക് വന്നാൽ മത്സ്യ വിപണനം നടക്കുന്ന ഒരു പ്രധാനപ്പെട്ട മത്സ്യ വ്യാപാര കേന്ദ്രം തന്നെയാണിത്. പക്ഷേ ഇത് നേരത്തെ ജിഡ ഏറ്റെടുത്തിരുന്നു. ഹാർബർ വികസനം അങ്ങനെയുള്ള ലക്ഷ്യങ്ങളോടുകൂടി ഏറ്റെടുത്തു. പക്ഷേ പിന്നീട് ആ പദ്ധതിയൊന്നും നടപ്പായില്ല. ആളുകൾ ഇവിടെ താൽക്കാലിക സ്റ്റാളുകൾ ഒരുക്കി ഇവിടെയാണ് മത്സ്യക്കച്ചവടം നടത്തുന്നത്. ഇവിടെ ചെറുകിട വ്യാപാരികളാണ്, മത്സ്യത്തൊഴിലാളി കുടുംബങ്ങളിൽ നിന്നുള്ളവർ, അങ്ങനെ ചെറുകിട കച്ചവടക്കാർ, അങ്ങനെയുള്ള ആളുകളാണ് ഇവിടെ വർഷങ്ങളായി ഈ വ്യാപാരം നടത്തുന്നത്. 2018 ഭൂമി ഏറ്റെടുത്തു. അപ്പോൾ ഇവിടെ സ്റ്റാളുകൾ ഇടുക എന്നത് നിയമപരമായി സാങ്കേതികമായി അനധികൃതമാണ്. അതുകൊണ്ടാണ് ഇളകുന്നപ്പുഴ പഞ്ചായത്തും ഹാർബർ എഞ്ചിനീയറിംഗ് വിഭാഗവും പോലീസിന്റെ സഹായത്തോടു കൂടിയും പൊളിച്ചു നീക്കി. അതാണ്ട് സ്റ്റാളുകളായിട്ടുള്ള 5ഓളം സ്റ്റാളുകൾ പൊളിച്ചു നീക്കി, മറ്റുള്ളവയും നീക്കുന്നു. പക്ഷേ അതേസമയം ഇവിടെയുള്ള ആളുകൾ പറയുന്നത് അവരുടെ ഉപജീവനം നഷ്ടമാകുന്നു. ബദൽ സംവിധാനം ഏർപ്പെടുത്തി തരേണ്ടതാണ്. വഴിയോര കച്ചവടം എന്നത് നിയമപരം തന്നെയാണ്. അപ്പോൾ അതിനുള്ളൊരു സാധ്യത ഒരുക്കി കൊടുക്കുകയാണ് വേണ്ടത് എന്നാണ് നമുക്ക് പകരം സംവിധാനം എന്താണ് ഏർപ്പെടുത്താത്തത്? പകരം സംവിധാനം സ്വാഭാവികമായും ഏർപ്പെടുത്തേണ്ടതാണല്ലോ വികസനം വരുമ്പോൾ. അക്കാര്യത്തിൽ അവർ പറയുന്ന മറുപടി, അതായത് അനധികൃതമായി പ്രവർത്തിച്ചിരുന്ന സ്റ്റാളുകൾ നീക്കുന്നു. ഇവിടെ അത് അവർ പറയുന്നത് മറ്റ് അവരുടെ അപ്പോൾ അനധികൃതമായി തട്ടുകളും മറ്റും നിർമ്മിച്ചു. അത് പൊളിച്ചു നീക്കുകയാണ്. ബദൽ ക്രമീകരണം സംബന്ധിച്ച് പഞ്ചായത്ത് ആലോചിക്കേണ്ടതാണ്. അത് തന്നെയും ടെൻഡറും മറ്റും നൽകി ചെയ്യേണ്ടതാണ്. ഇപ്പോൾ ഇത് പൂർണ്ണമായും ജിഡിയുടെ ഉടമസ്ഥതയിലുള്ളതാണ്. ഹാർബർ വികസനത്തിന് ഏറ്റെടുത്ത ഭൂമിയാണ്. എത്ര കടകളുണ്ടായിരുന്നു? എത്ര തൊഴിലാളികളാണ് ബുദ്ധിമുട്ടിലാകുന്നതാണ്? ഇവിടെ എത്രത്തോളം ആളുകൾ കച്ചവടം ചെയ്യുന്നു? ചെറിയ കച്ചവടമാണ്. 10-40 പേരുണ്ട്. തൊഴിലാളികളും അതിലുള്ള തൊഴിലാളികളുണ്ട്. 10-100 തൊഴിലാളികളുണ്ട്. 50 കച്ചവടക്കാരുകളുണ്ട്. പിന്നെ അവരനുബന്ധിച്ച് ജീവിക്കുന്ന ആൾക്കാർ 10-100 പേരോളം 100 പേരോളം തൊഴിലാളി. അവരെ ഇനിയിപ്പോൾ ഇവിടെ ഞങ്ങളെ കൊല്ലണം സർക്കാർ, അല്ലാതെ ഞങ്ങൾ പിന്നെ ജീവിച്ചിട്ട് എന്ത് ചെയ്യാനാണ്? പഞ്ചായത്തിനോട് പഞ്ചായത്തിന് ഇവിടെ നിന്ന് നിങ്ങൾ ബോക്സ് മറിച്ചിട്ടാണ് തെർമോക്കോൾ ഇട്ടിട്ടാണ് നമ്മൾ ചെയ്യണം. അല്ലാണ്ട് നമുക്ക് ബിൽഡിംഗ് കെട്ടാൻ ഇതൊന്നുമില്ല. അല്ലാണ്ട് ഇത് സ്ഥിരമായിട്ട് ഇവിടെ കുറ്റമില്ല. പെർമനന്റ് ആയിട്ടുള്ളതും സ്റ്റാളുകൾ മുമ്പ് പൊളിച്ചാലും നിങ്ങൾക്ക് ഇവിടെ ഈ ബോക്സ് മറിച്ചിട്ട് കച്ചവടം ചെയ്യണം. ഇവിടെ ഇതേപോലെ കച്ചവടം ചെയ്യും. അല്ല, സ്ഥിരമായിട്ട് വെക്കുന്നല്ല, വലുതായം എടുത്ത് മാറ്റുന്നതാണ്. അവർ പറയുന്നത് സ്റ്റാളുകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പൊളിച്ചു നീക്കിക്കോളൂ. പക്ഷേ ഇവിടെ നിന്ന് തട്ടുകൾ, അതായത് ഈ ബോക്സ് മറിച്ചിട്ട് ഇവിടെ കച്ചവടം ചെയ്യുന്നവരുണ്ട്, അത് അനുവദിക്കണം. അത് നീക്കം ചെയ്താൽ, അവിടെ നിന്ന് ഒഴിപ്പിക്കാൻ ശ്രമിച്ചാൽ, കാരണം ഏതെങ്കിലും നിലയ്ക്ക് നിർമ്മാണ പ്രവർത്തനങ്ങളും മറ്റും നടത്തുമ്പോൾ അത് മറ്റുള്ള വൻകിടക്കാർക്ക് മാത്രമായി മാറും. വഴിയോര കച്ചവടം എന്ന നിലയ്ക്ക് ബോക്സ് മറിച്ചിട്ട് കച്ചവടം ചെയ്യുന്ന ആളുകൾക്ക് അതിനുള്ള അവസരം കൊടുക്കുകയാണ് വേണ്ടത്. ചെറുകിട കച്ചവടക്കാരാണ്. മറ്റ് ഹാർബറിൽ പോയി ചെറിയ അളവിൽ മത്സ്യം എടുത്തുകൊണ്ട് വന്ന് വിപണനം ചെയ്യുന്ന ആളുകളാണ്. അങ്ങനെയുള്ളവർക്ക് അതിനുള്ള അവസരം ഒരുക്കി കൊടുക്കുകയാണ് വേണ്ടത്. പഞ്ചായത്തും ബന്ധപ്പെട്ട ഏജൻസികളും ചെയ്യേണ്ടത് എന്നാണ് അവിടെയുള്ള ആളുകൾ പറയുന്നത്. അതേസമയം പെർമനന്റ് സ്വഭാവത്തിൽ എന്തെങ്കിലും സ്റ്റാളുകൾ നിർമ്മിച്ചിട്ടുണ്ടെങ്കിൽ അത് പൊളിച്ചോളൂ എന്നാണ് അവർ പറയുന്നത്. അതുകൊണ്ട് അതിനുള്ള അവസരം നൽകണം എന്നതാണ് അവർ ആവശ്യപ്പെടുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം. നേരത്തെ ഇവിടെ വന്നപ്പോൾ വ്യാപകമായി ഇവയെല്ലാം നീക്കം ചെയ്യാനുള്ള ശ്രമം തടയുകയാണ് ചെയ്തത്. ഇപ്പോൾ പോലീസ് അടക്കം ഇടപെട്ട് ഇവിടെ പെർമനന്റ് സ്വഭാവമുണ്ട് എന്ന് പഞ്ചായത്ത് പറയുന്ന, അല്ലെങ്കിൽ ബന്ധപ്പെട്ട ഏജൻസികൾ പറയുന്ന, ഹാർബർ എഞ്ചിനീയറിംഗ് വിഭാഗമൊക്കെ പറയുന്ന സ്റ്റാളുകൾ അവ പൊളിക്കുകയാണ്. അതേസമയം തട്ട് ഇട്ടുള്ള കച്ചവടം, അതായത് തട്ട് മീൻസ് ബോക്സുകൾ നിരത്തിവെച്ച് അല്ലെങ്കിൽ മറിച്ചിട്ട് നടത്തുന്ന കച്ചവടം ഇവിടെ തുടരും. അത് നിർത്തില്ല. അതിനുള്ള അവസരം വേണം. അത് തങ്ങളുടെ ഉപജീവന മാർഗ്ഗമാണ്. മറ്റെങ്ങോട്ടേക്കും പോകാനില്ല. അങ്ങനെയുള്ള ആളുകളെ പൂർണ്ണമായി ഒഴിപ്പിച്ചുകൊണ്ട് പെട്ടെന്ന് മറ്റെന്തെങ്കിലും നിർമ്മാണം 2018 ഇതുമായി ബന്ധപ്പെട്ട പ്രവർത്തികളുടെ കാര്യമൊക്കെ പ്രഖ്യാപിച്ചിരുന്നെങ്കിലും ആ പദ്ധതിയൊന്നും എവിടെയും എത്തിയില്ല എന്ന് മാത്രമല്ല സാധാരണക്കാരായ മത്സ്യ കച്ചവടക്കാരെ അവരുടെ ഉപജീവന മാർഗം അനുസരിച്ച് സംരക്ഷിക്കണം എന്നതുകൂടിയാണ് അവർ പറയുന്നത്. ശരി, വൈപ്പിൻ കാളമുക്കിലെ മത്സ്യ വിൽപ്പനക്കാരുടെ പ്രതിഷേധമാണ് അവിടെ ഇപ്പോൾ
താൽക്കാലികമായി അവിടെ കച്ചവടം നടത്തിയിരിക്കുന്ന കച്ചവടക്കാരെ മുഴുവൻ ഒഴിവാക്കിക്കൊണ്ടുള്ള ഹാർബർ വികസനമാണ് പുരോഗമിക്കുന്നത്. കടകൾ പൊളിച്ചു നീക്കുന്ന ദൃശ്യങ്ങളാണ് കാണുന്നത്. ഹാർബർ വികസനത്തിന്റെ ഭാഗമായിട്ടാണ് ഈ നടപടികൾ പുരോഗമിക്കുന്നത്. സജോ, ഇവിടെ ഈ പഞ്ചായത്ത് അധികൃതർ അവിടെയുണ്ടോ? അവരുടെ പ്രതികരണം നമുക്ക് ഈ ഘട്ടത്തിൽ ലഭിക്കുമോ? ഇക്കാര്യത്തിൽ അവർ ഈ നടപടിക്രമങ്ങൾ പൂർത്തിയായിട്ട് വിശദീകരിക്കാം എന്നാണ് നേരത്തെ പ്രതികരിച്ചത്. അതായത് അവർ പറയുന്ന ഒരു കാര്യം, ഇത് നിയമപരമായ കാര്യങ്ങൾ മാത്രമാണ് ചെയ്യുന്നത്. ഇക്കാര്യത്തിൽ പെർമനൻ്റ് ആയ ചില സ്റ്റാളുകൾ നിർമ്മിച്ചിട്ടുണ്ട്, അവ നീക്കം ചെയ്തേ മതിയാകൂ, അത് അനധികൃതമാണ് എന്നതാണ് അവരുടെ വാദം. ചേച്ചി, എന്താണ് നിങ്ങൾ പ്രതിഷേധിക്കുന്നതിന്റെ അടിസ്ഥാന കാരണം? ഇത് ശരിക്കും കേസ് നടന്നുകൊണ്ടിരിക്കുന്ന സ്ഥലമാണിത്. PWന്റെ ഇതിൽ അഴിമതിയായിട്ട് ഇവർ ഷെഡ് കെട്ടി നേരത്തെ ഏറ്റെടുത്താണ് കേസ് നടന്നത്. പക്ഷെ അത് ആ കേസ് നടന്നുകൊണ്ടിരിക്കണമെങ്കിൽ അവരോടൊരു വാക്ക് പറയണ വേണ്ടേ? അതാണ് ഞങ്ങൾക്ക് സർക്കാരിനോട് ചോദിക്കാനുള്ളത്. അതല്ലേ പറഞ്ഞ, നാളെ ഇത് പൊളിക്കണേണെന്ന് പറഞ്ഞാൽ അവർക്ക് ഇന്നലെ തന്നെ ഒരു മുൻകൂർ ഇത് കൊടുക്കണേണെങ്കിൽ അവർ ആ മീൻ എടുത്തിടൂല. അവരാ ഉപജീവന മാർഗം എത്രയോ ലക്ഷം രൂപയുടെ മീനാണ് അവരെടുത്തിട്ടേക്കണത്. അപ്പൊ ഇത് സർക്കാരിന്റെ കൈക്കൂലി എന്ന രീതിയിൽ തീർത്തു പറയണേ. സർക്കാർ ഇത് ശരിക്കും പാവങ്ങളെ വഞ്ചിക്കണ രീതിയിലുള്ള പ്രവർത്തനവും കാഴ്ചവെച്ചേക്കണത്. പാവപ്പെട്ട ഇവിടെയുള്ള സ്റ്റാളുകളൊക്കെ പൊളിച്ചാലും നിങ്ങൾ ഈ ബോക്സ് മറിച്ച് വെച്ച് കച്ചവടം ചെയ്തിരിക്കും. അതന്നെ കാരണം ഞങ്ങൾക്ക് വേറെ നിവൃത്തിയൊന്നുമില്ല. ഞങ്ങൾ 3 കുഞ്ഞുമക്കളും സർക്കാരിലേക്കുള്ള അത് തടഞ്ഞു കഴിഞ്ഞാൽ റോട്ടിലിട്ട് കച്ചവടത്തിലുള്ള അവസരം അല്ലാണ്ട് നമ്മുടെ പെണ്ണുമുള്ള പിള്ളേരെ നമ്മൾ എന്ത് ചെയ്യും? വണ്ടിയുടെ ഞങ്ങൾക്ക് കച്ചവടം ചെയ്യാം. റോഡ് പണി വന്നാലും ഇവിടുന്ന് മാറൂല. ഞങ്ങൾക്ക് ഒരു മാർക്കറ്റ് വേണം. അതില്ലാണ്ട് ഇനി റോഡ് പണി വന്നു. ഇപ്പൊ പൊളിക്കാനുള്ള ഒരു കോടതി വിധി അനുസരിച്ച് ഒന്നും പറയാണ്ട് പൊളിച്ചല്ല. ഇനി റോഡ് പണി പണിയണമെന്നുണ്ടെങ്കിൽ ഞങ്ങളോട് തന്നെ ചോദിക്കണം. ഞങ്ങൾ ഇവിടുന്ന് മാറും, ഞങ്ങൾക്ക് മാർക്കറ്റ് തന്നേ പറ്റൂ. അല്ലാണ്ട് ഇവിടെ എല്ലാവരും നിരന്നിരിക്കും ഇനി. കാരണം ഇത് അഴിമതിയല്ലേ. അവിടെ ഇരിക്കണ ഒരു കട, ആ കടയമ്മ പോയി തൊടണില്ല. അതിന് മുന്നിലല്ല ചാടിച്ചു വെച്ചേക്കണേ. അതില്ല. കമ്പിവേലുകൾ അതില്ല. ഇത് പഞ്ചായത്ത് റോഡല്ലേ? അതെന്താണ് ഇങ്ങനെ ചെറുതായിട്ട് വെട്ടിമറിച്ചിട്ട് കച്ചവടം ചെയ്യുന്നവർക്കാണ് ബുദ്ധിമുട്ട്. നമുക്കാ ബുദ്ധിമുട്ട് വന്നേക്കണം. നമ്മളാണ് ബുദ്ധിമുട്ട് ചെയ്തേക്കണവര്. നിങ്ങൾ നോക്കി, ഈ വെയിലത്ത് നിങ്ങൾക്ക് നിൽക്കാൻ പറ്റണ്ട. ഞങ്ങൾ ഇത് രാവിലെ തുടങ്ങി പാതിര 10 മണി വരെ ഇവിടെ നിൽക്കണം. പഞ്ചായത്തുകാരോട് ഞങ്ങൾക്കൊന്നും തന്നിട്ടൊന്നുമില്ല. ഞങ്ങൾ വഴിയോര കച്ചവടക്കാരെന്ന് പറഞ്ഞാൽ കട കെട്ടി കച്ചവടം ചെയ്യുന്ന ആൾക്കാരല്ല. ഞങ്ങൾ 2 ബോക്സ് കമത്തിയിട്ട് അതിൽ കുറഞ്ഞ മീൻ എടുത്തിട്ട് കുടുംബം നോക്കാൻ വേണ്ടി വന്നിരിക്കുകയാണ്. ഞങ്ങൾ മഴ വന്നാലും മഴയും കൊള്ളണുണ്ട്, വെയിൽ വന്നാൽ വെയിലും കൊള്ളണുണ്ട്. ഈ കാണുന്ന ഈ കുടന്റെ ചോട്ടിലാണ് ഞങ്ങൾ ഇരുന്ന് കച്ചവടം ചെയ്യണം. ഈ കുടന്റെ പവർ നിങ്ങൾക്കറിയാലോ. ഒരു കാറ്റ് വന്നു കഴിഞ്ഞാൽ എൻ്റെ കമ്പി വളഞ്ഞു പോകും. അത് മേടിക്കണമെങ്കിൽ 1700 രൂപ. അത് ഉണ്ടാക്കണമെങ്കിൽ 2 ദിവസത്തിൻ്റെ ഉള്ളിൽ പണിയെടുക്കണം. കുഞ്ഞുമക്കളും ഭാര്യയും മക്കളായിട്ട് വാടകയ്ക്ക് താമസിക്കുന്ന ഞങ്ങളെപ്പോഴുള്ള ആൾക്കാരെ വയറ്റത്തടിച്ചിട്ട് ഇരിക്കാൻ തേട്ടാ. അല്ലെങ്കിൽ ഗവൺമെന്റ് പറയാം ഞങ്ങൾ എന്ത് ചെയ്യണം? ഇപ്പോഴത്തെ തലമുറ പിള്ളേർ വന്നിക്കണവർ ഞങ്ങൾ ഇറങ്ങണോ? കള്ളിലും കഞ്ചാവിലും MDMലൊക്കെ ഞങ്ങളെപ്പോലുള്ള ആൾക്കാർ ഇറങ്ങണോ? ഞങ്ങൾ കുടുംബം നോക്കാൻ പറ്റാണ്ടായിട്ട് ഈ മറ്റേ അഫാനൊക്കെ ചെയ്തമാതിരി ഞങ്ങളുടെ കുടുംബത്തിനെ ഞങ്ങളും തകർക്കണോ? നമുക്ക് ബാധ്യതകളുണ്ട്, ലോണും കാര്യങ്ങളും. സാധാരണക്കാരാണ്, ഞങ്ങൾക്ക് ലോണുണ്ട്, കാര്യങ്ങളുണ്ട്, എല്ലാം ഉണ്ട്. അവനിക്ക് ഇതേമാതിരി നിവർത്തിയില്ലാണ്ട് അവൻ്റെ കുടുംബത്തിനെ തകർത്താലും ഞങ്ങളുടെ കുടുംബത്തിനെ തകർക്കണം. ഇതിന് ഉത്തരം ആര് പറയും? ഗവൺമെന്റ് പറയും. ഞങ്ങൾക്ക് ഇപ്പോൾ ഇവിടെ നിവർത്തിയില്ല. നിങ്ങൾ പറഞ്ഞാൽ ഞങ്ങൾ കച്ചവടം ചെയ്യേണ്ട. ഞങ്ങൾ ഇവിടുന്ന് കച്ചവടം ചെയ്യാണ്ട് ഞങ്ങൾ പോയി ഞങ്ങളുടെ കുടുംബം ആര് നോക്കും? ഞങ്ങളെ കൊണ്ട് സ്ട്രക്ചറൊന്നും വേണ്ട. നമുക്ക് ഈ ബോക്സ് കമത്തിയിട്ട് കച്ചവടം ചെയ്യും. അല്ലാണ്ട് നമുക്ക് യാതൊരു നിവൃത്തിയില്ല. 2 ബോക്സ് ഞങ്ങൾക്ക് ചെയ്യാനുള്ള ജീവൻ കൊടുക്കാന്നുള്ളത് ഇത് മാത്രമേ ഉള്ളൂ. കാരണം ഞങ്ങൾക്ക് വേറെ വഴിയൊന്നും അറിഞ്ഞൂടാ. അല്ലെങ്കിൽ പിന്നെ ഗവൺമെന്റ് പറയണം ഞങ്ങൾ എന്ത് ചെയ്യണമെന്ന്. ഞങ്ങൾ കള്ള് വിൽക്കണി കള്ള് വിൽക്കുക, കഞ്ചാവ് വിൽക്കണി കഞ്ചാവ് വിൽക്കുക, എന്ത് വേണമെങ്കിൽ ഞങ്ങൾ ചെയ്യാറുണ്ട്. ഞങ്ങൾ എന്ത് ചെയ്യാൻ പോകാതെ മക്കളെ നോക്കാൻ വേണ്ടി മാന്യമായ രീതിയിൽ കച്ചവടം ചെയ്താണ്. പോലീസുകാര്, വക്കീലാര്, പട്ടാളക്കാർ എല്ലാരും വന്ന് മീൻ മേടിക്കുന്ന ആൾക്കാരാണ്. പ്രധാനപ്പെട്ട സ്ഥലമാണ് ഇവിടെ. പ്രധാനപ്പെട്ട വൈപ്പിങ്കരയിൽ മീൻ മേടിക്കുന്ന സ്ഥലമാണ്. എന്നിട്ട് എന്തോ വൃന്ദാവനോ എന്തോ ആ സംഭവമൊക്കെ വരാൻ പോണെന്ന് പറയുന്നുണ്ട്. വൃന്ദാവനം എന്ന് പറയുമ്പോൾ മറൈൻ ഡ്രൈവിൽ ഈ ആമ്പിള്ളേരും പെൺപിള്ളേരും കൂടല്ലേ ഈലിരിക്കുന്ന സംഭവമല്ലേ? പുറത്തേക്ക് അവിടെ നിൽക്കാനാണ്. അതായത് അവർ പറയുന്നത് അവരുടെ ഉപജീവനം മുടങ്ങുന്നു, മറ്റ് പദ്ധതികൾ വരുന്നു. അങ്ങനെ വരുമ്പോൾ ഇവിടെ നിന്ന് അതായത് ഏറ്റവും കൂടുതൽ മത്സ്യ വിപണനം നടക്കുന്ന ഒരു പ്രധാനപ്പെട്ട കേന്ദ്രമാണ്. നഗരത്തിന്റെ വിവിധ മേഖലയിലുള്ള ആളുകൾ പോലും ഗോശ്രീ ജംഗ്ഷനിലേക്ക് മത്സ്യം വാങ്ങാൻ വരുന്നുണ്ട്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഒരുപാട് ആളുകൾക്ക് അവരുടെ ഉപജീവനം ഒരു ബോക്സ് ഒക്കെ മറിച്ചിട്ട് ചെയ്യാൻ പറ്റും. പക്ഷെ അങ്ങനെ വരുമ്പോൾ അവർക്ക് വലിയ തോതിൽ ടെൻഡർ വിളിച്ച് അല്ലെങ്കിൽ ലേലം വിളിച്ച് ഇങ്ങനെ ഒരു വലിയ പലപ്പോഴും കടകൾ എടുത്ത് കച്ചവടം ചെയ്യാൻ കഴിയില്ല. അപ്പോൾ അവരെയും കൂടി അങ്ങനെ വഴിയോര കച്ചവടക്കാർ പരമ്പരാഗത രീതിയിലൊക്കെ കച്ചവടം ചെയ്യുന്ന ആളുകൾ എന്ന നിലയ്ക്ക് അവരെ കേൾക്കണം, അവരെയും കൂടി ഉൾക്കൊള്ളണം. അവരുടെ ഉപജീവന മാർഗം എന്ന നിലയ്ക്ക് അത് അംഗീകരിച്ചു കൊടുക്കണം. അതോടൊപ്പം തന്നെ വികസന പദ്ധതികൾ അല്ലെങ്കിൽ ഭൂമി ഏറ്റെടുത്ത കാര്യത്തിലൊന്നും അവർക്ക്
തർക്കമില്ല. പെർമനന്റ് സ്ട്രക്ചർ വേണ്ട, അതിനൊരു അവസരം ഒരുക്കി തരിക, ചെറിയ തുകയൊക്കെ അതുമായി ബന്ധപ്പെട്ട് പിരിക്കുകയും ചെയ്യാം, അതിനും അവർക്ക് എതിർപ്പില്ല. അതേസമയം പൂർണ്ണമായും വയറ്റത്തടിക്കുന്ന ഒരു സമീപനമാണ് ഉള്ളത്. പെട്ടെന്ന് മറ്റെങ്ങോട്ടേക്ക് പോകും എന്നതാണ് അവരുടെ ചോദ്യം. 40 മത്സ്യത്തൊഴിലാളികളാണ് ഈ തരത്തിൽ അവിടെ പ്രതിഷേധിക്കുന്നത്. ഹാർബർ വികസനത്തിന്റെ ഭാഗമായി അവിടെ കെട്ടിയുണ്ടാക്കിയിരുന്ന കടകൾ പൊളിച്ചു നിൽക്കുകയാണ്. അതിന്റെ പ്രതിഷേധമാണ് ഇപ്പോൾ അവിടെ കണ്ടുവരുന്നത്.